ഷഅറാനി റഹിമഹുല്ലാഹ് പറഞ്ഞത് വല ഹദ്ദ വല നിഹായ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ സ്നേഹിക്കുന്നതിന് പരിധിയില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരനും മുജാഹിദുകാരനും നട്രാജിന്റെ 15 സെന്റിമീറ്ററിന്റെ അപ്പുറം സ്നേഹം പോയാൽ ശിർക്കാവും. അവർക്ക് സ്നേഹത്തിന് പരിധിയുണ്ട്. മുഅ്മിനീങ്ങൾക്ക് പരിധിയില്ല. മുഅ്മിനീങ്ങൾക്ക് പരിധിയില്ല. എന്താണ് തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ? എന്തപ്പോൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ? ചില മഹാന്മാർ പറഞ്ഞ പ്രകാരമുള്ള ഡെഫിനിഷൻ പറഞ്ഞു നോക്കാം. ഒന്ന്, മഹാന്മാർ പറയണത് ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ടം വർദ്ധിച്ചാൽ അയാളുടെ ഖൽബിൻ്റെ നിയന്ത്രണം അയാൾക്കുണ്ടാവില്ല, മഹബൂബായ തങ്ങൾക്കായിരിക്കും നിയന്ത്രണം ഉണ്ടാവുക. ഫുൾ കൺട്രോൾ റൗളൈനായിരിക്കും. കുറച്ചും കൂടി ഉറങ്ങിയാലോ 5 മണിക്കല്ലേ സുബി വാങ്ങുന്നതായിരിക്കും ഇയാൾ ചിന്തിക്കല്. അപ്പോഴും റൗളൈന്ന് ഒരു മെസ്സേജിനെ ഒരു ആത്മീയ മെസ്സേജ്, തഹജ്ജുദിന് എണീച്ചൂടെ മോനെ, എണീറ്റൂടെ മോനെ, ഒരു മെസ്സേജ് അയാൾക്ക് വരും. നമുക്കൊന്നും കാണൂല, ടെക്സ്റ്റ് ആണോ ട്വിറ്റർ ആണോ ഇൻസ്റ്റ ആണോ ഒന്നും കാണൂല. പക്ഷെ അയാളെ മഹബത്തിൻ്റെ ഒരു ചാനലിലൂടെ അയാൾക്ക് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, അയാളെ കൺട്രോൾ ചെയ്യുന്ന റൗളയായിരിക്കും. അതാണ് മഹബത്ത് മൂത്താലുള്ള അവസ്ഥ ഉണ്ടാവുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഭാര്യയെ ചുംബിച്ചു പോയി. ഭാര്യയെ ചുംബിക്കൽ തെറ്റല്ലല്ലോ, പക്ഷെ റമദാന്റെ പകൽ അത്ര നല്ലല്ല. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിക്ക് രാത്രി സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, ഉമർ അത് ചെയ്യരുതായിരുന്നു, ഉമർ ചെയ്യരുതായിരുന്നു. നമ്മൾ എന്ത് ചെയ്താലെന്ത്, നമ്മൾ എത്ര ഹറാം ചെയ്താലെന്ത്, ആര് വരാൻ? നമ്മളെ കണക്റ്റൻ ആയിട്ടില്ല, നമുക്കിത് പാസ്സായിട്ടില്ല ലൈന്. ഇനിയും കുറേ ഫോം ഫില്ല് ചെയ്യാനുണ്ട്. ആൻഡ് മൈൽസ് ടു ഗോ, നമുക്ക് കുറേ സഞ്ചരിക്കാനുണ്ട്. അതാണ് ഖസ്സലാനി ഇമാം റഹിമഹുല്ലാഹ് മസാലിക്കുൽ ഹുനഫയിൽ പറഞ്ഞത്, സ്വലാത്ത് ചൊല്ലി 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 ഒരാൾ എവിടത്തേക്ക് എത്തും? അയാളെ റൗള കൺട്രോൾ ചെയ്യും. അപ്പോൾ അയാളുടെ കയ്യിൽ കൗണ്ടർ, സ്റ്റിയറിംഗ് ഇങ്ങനെ, വണ്ടി റിഡ്സ് ഇങ്ങനെ, സ്വിഫ്റ്റ് ഇങ്ങനെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലുതോ ചെറുതോ ആയ വാഹനം ഇങ്ങനെ ഓടിക്കുമ്പോൾ മുമ്പിലൂടെ അന്യ പെണ്ണ് പോകുന്നു, ഹറാമ് പോകുന്നു, അയാളൊന്നും നോക്കൂല. അയാളെ മൊത്തം റൗള കൺട്രോളാണ്. അയാളൊന്നും കാണുമൊന്നും ചെയ്യില്ല, ഒന്നും കാണൂല. ഇതില്ലാത്തവൻ പറയും ടൗണിലെല്ലാം ഫുള്ള് പെണ്ണുങ്ങൾ തന്നെ കേട്ടോ. അപ്പം ഇയാൾ പറയും കാര്യമായിട്ട് ആരും കണ്ടിട്ടൊന്നുമില്ലല്ലോ. ഇവൻ പെണ്ണിനെ മാത്രം നോക്കി നടക്കുമ്പോൾ പെണ്ണിനെയല്ലേ കാണുള്ളൂ, ഇയാളെ ഒന്നും കാണുന്നില്ല. പെണ്ണുങ്ങളെ 40 ഇരട്ടി ആണുങ്ങൾ ഉണ്ടാവും, ഇവനയാൾ അതേ കണ്ടിട്ടുണ്ടാവുള്ളൂ. അതാണ് സംഭവം. റൗള കൺട്രോൾ ചെയ്യുമ്പോൾ തെറ്റ് മുമ്പിലൂടെ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് വരെ മൂപ്പര അറിയുന്നില്ല. ആ ഒരു ലോകത്തേക്ക് എത്തിയാൽ അതിൻ്റെ ഒരു സുഖവും ആനന്ദവും ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ നമുക്ക് എത്തണ്ടേ? എത്ര കാല ഈ ഇൻസ്റ്റയും യൂട്യൂബും ഹറാമും തമാശയും കോമഡിയൊക്കെ ആയിട്ട് ജീവിക്കുക? ഇതെല്ലാം ഒന്ന് നിർത്തണ്ടേ? നമുക്ക് മരിക്കണ്ട എന്തായാലും. അല്ല, തമാശയും കോമഡിയും കുറച്ച് സിനിമയും ഹറാമിൽ ഉണ്ടായിപ്പോവും ചില ആളുടെ മനസ്സിൽ, ജീവിതത്തിൽ. ഇതൊക്കെ ഒന്ന് നിർത്തണ്ടേ? നന്നാവണ്ടേ? അവരുടെ ഹൃദയത്തെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. ചില മഹാന്മാർ പറയുന്ന ഡെഫിനിഷൻ അതല്ല, ഇതിനേക്കാൾ സ്ട്രോങ്. അതെന്താന്ന് പറയുന്നത്? അൻതഹബ കുല്ല ശൈഇൻ ലിമഹ്ബൂബിക് ഹത്താ ലാ യംലികു ശൈഅൻ. നിന്റെ എല്ലാം നിന്റെ മെഹബൂബിന് വേണ്ടി സമർപ്പിക്കുക. ലാസ്റ്റ് നോക്കുമ്പോൾ നിന്റെ അടുത്തൊന്നുമില്ല, നിനക്ക് വേണ്ടി നീ ഒന്നും ബാക്കി വെച്ചിട്ടില്ല. നിന്റെ മുഴുവൻ നിന്റെ നേതാവിനെ കൊടുക്കുക. അല്ല സിദ്ദീഖേ, സ്വതക്ക ചെയ്യാൻ പറഞ്ഞിട്ട് സ്വതക്ക ഇതല്ലോ അല്ലേ? വീട്ടിലെന്താ ബാക്കി വെച്ചത്? വീട്ടിൽ ഒന്നുമില്ല, വീട്ടിൽ ഒന്നുമില്ല, വീട്ടിൽ ഒന്നുമില്ല. അപ്പൊ നാളെ അബൂബക്കറിനെ ജീവിക്കേണ്ട മോനെ. അതിന് അബൂബക്കറിന്റെ മനസ്സിൽ അബൂബക്കറങ്ങളില്ലല്ലോ, മുത്തുനബിയല്ലുള്ളൂ. മുത്തുനബി ജീവിക്കണ്ടേ എന്നേ അവരാലേക്കുള്ളൂ. കണ്ടോ?
മെഹബൂബിന് വേണ്ടി മുഴുവൻ സമർപ്പിക്കുക. അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില മഹാന്മാർ പറഞ്ഞു, എടോ മഹബത്ത് തലി കയറിയവനെ നിനക്കുണ്ടാവേണ്ട ഒന്നാമത്തെ കാര്യം ദബഹുൻ നഫ്സ്, നീ നിന്നെ അറുത്ത് കളയുക, നിന്നെ നീ ഒഴിവാക്കുക, നിന്നെ നീ മെയിൻ്റാക്കാതിരിക്കുക, നീ മുഴുവൻ തങ്ങളിലേക്ക് ലയിക്കുക. അതാണ് യഥാർത്ഥത്തിൽ സ്വഹാബത്തിനൊക്കെ സംഭവിച്ചത്. അവരുടെ മഹബത്ത് അങ്ങനെയായിരുന്നു. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ഖസീദത്തുൽ ബുർദ ഒന്നാമത്തെ ഫസ്ൽ എഴുതിയത്. മഹബത്ത് എന്താവണം, മഹബത്ത് വെക്കുന്ന ആരാവണം, അതാണ് രണ്ടാമത്തെ ഫസ്ല്. നീ മഹബത്ത് വെക്കുന്ന മെഹബൂബ് ആരാണ്, അതാണ് മൂന്നാമത്തെ ഫസ്ല്. പക്ഷെ നമ്മൾ ബുർദ പാടുന്നു, ബുർദ പഠിക്കുന്നില്ല. ആരാ ബുർദ പഠിക്കുന്നത്? നമുക്ക് യഥാർത്ഥത്തിൽ പഠനങ്ങൾ നഷ്ടപ്പെട്ടു പോയി. തൊട്ടപ്പുറത്ത് പുതിയ ഉദ്ഘാടനം ചെയ്ത പള്ളിയുടെ നബിദിന റാലിയിൽ ഒട്ടകമാണെങ്കിൽ നമ്മളെ മഹല്ല് കമ്മിറ്റി എന്താ തീരുമാനിക്കുക? ഏറ്റവും ഇനി ഒട്ടകത്തിനേക്കാൾ ചെറുതൊന്നും വേണ്ട, ഒരു ജിറാഫെങ്കിലും വേണം, എന്നാലേ നബിദിന റാലി ഗംഭീരാവുള്ളൂ. അതിലേക്ക് നമ്മളെ കൗമ മാറിപ്പോയി. നിർമ്മാണാത്മകമായ ആശയങ്ങളിലേക്ക് നമ്മൾ വരുന്നില്ല. അതാണ് മോനെ, നിന്റെ മഹബത്ത് നീ തലീക്കേറിയാൽ, നിന്റെ മഹബത്ത് നിനക്ക് തലീക്കേറിയാൽ. ബുർദ പറഞ്ഞല്ലോ, യഥാർത്ഥത്തിൽ ബുർദ ഒരു അവതരണത്തിൻ്റെ ഒരു രീതി നോക്കിയേ. ബൂസൂരി ഇമാമിനെ പുറത്തേക്ക് എടുത്ത് എന്നിട്ട് വിചാരണ ചെയ്യാൻ വേണ്ടി കോടതി കയറ്റി. പുറത്തുള്ള ബൂസൂരി ഉള്ളിലുള്ള ബൂസൂരിനോട് ചോദിക്കുക, അമിൻ തദക്കുർ ജീറാനി ബിദി സലം മസജ്ത ദമഅൻ ജറാ മിൻ മുഖലത്തിൻ ബിദമി. എന്തോ പറ്റി? ഭയങ്കര കരച്ചിലാണല്ലോ. കരച്ചിൽ വന്ന് കൂടി ലാസ്റ്റ് കണ്ണീര് തീർന്നു പോകുമല്ലോ. അങ്ങനെ കണ്ണീര് വറ്റിയിട്ട് കണ്ണീര് തീർന്നിട്ട് ഇപ്പം കണ്ണീരിനോടൊപ്പം മസജ്ത ദമഅൻ ജറാ മിൻ മുഖലത്തിൻ ബിദമി, ബ്ലഡ് വരാൻ തുടങ്ങിയല്ലോ. എന്താ ഇങ്ങനെയൊക്കെ കരയണത്? അം ഹബ്ബത്തി റീഹു മിൻ തിൽഖാഇ കാളിമ, ആ മദീന ഭാഗത്തുനിന്ന് കാറ്റ് വീശുമ്പോഴാണല്ലോ കരച്ച് കൂടുതൽ. എന്താ പറ്റിയത്? സത്യം പറയും, എത്ര കാലം ഉണ്ടാതിരിക്കല്. ഫമാലി ഐനൈക്, എന്താടാ ബുസൂരി നിനക്ക് പറ്റിയത്? രണ്ട് കണ്ണുകളിൽ നിന്ന് തുരുതുരാ കണ്ണീർ. എന്താ കരയുന്നതെന്ന് ചോദിച്ചാൽ കണ്ണീര് കൂടുതലും, ഒന്ന് അടങ്ങൂ എന്ന് പറഞ്ഞാൽ നിനക്ക് ബേജാറ് കൂടുതലും. എന്താ പ്രശ്നം? എനിക്കൊരു ഡൗട്ട്, നിനക്ക് ആരോടോ പ്രേമുണ്ടോ എന്നുള്ളതാണ്. അല്ലാണ്ട് ശരീരം ഇങ്ങനെ യെല്ലോ കളറാവോ? തിന്നലില്ല, കുടിക്കലില്ലേ, ഉറങ്ങലില്ലേ? ഉറക്കു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും. തിന്നലില്ലെങ്കിൽ മെലിനൊട്ടു. എന്തു പറ്റി ബുസു?